പ്രണയം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് ഒരല്പം മുതിർന്നവരുടെയൊക്കെ മനസ്സിൽ ഒരു പുച്ഛഭാവം ഉണ്ടാവാനിടയുണ്ട്. കോളേജിൽ പഠിക്കുന്ന ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാവുക, അവർ ഒളിച്ചോടി കല്യാണം കഴിക്കുക, ഇതൊക്കെ. പക്ഷെ ഞങ്ങൾ ഈ കഥയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് പരിചയമുള്ള പ്രണയത്തെയാണ്. ഇത് ഞങ്ങളുടെ ആരുടെയും കഥയല്ല. ഒരു പക്ഷേ നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടുമറന്ന ഒരു കഥ തന്നെ ആയിരിക്കും ഇത്. പക്ഷേ പ്രണയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ ഈ കഥ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ കാത്തിരുന്ന ദിവസം. നീ വിഷമിക്കണ്ടടാ, അവള് വരും. അവള് വരൂടാ. ഈ കാലപത്രയും കാത്തിരുന്ന അവൾക്ക് വേണ്ടിയല്ലേ. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് മാഷേ, നീ ടെൻഷൻ ആകാതെ. നോക്കി നോക്കി. പിന്നെ ഒരു ചായ കൊണ്ടുവരുമോ? അപ്പൊ ശരി. എന്താടത്, പേടിച്ചു പോയല്ലോ? ഇത് ഞങ്ങളല്ലേ അങ്ങോട്ട് പറയണ്ട്. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും കട്ടിൽ കയറി പട്ടമായി കിടക്കുന്ന മനുഷ്യനല്ലോ നീ. ഇപ്പം എന്താ പെട്ടെന്ന് ആകാശത്ത് നോക്കി നക്ഷത്രം എണ്ണി എണ്ണി നിൽക്കുന്നത്? ഇനി നീ കുറെ നക്ഷത്രം എണ്ണേണ്ടി വരും. അവളുടെ പേരറിയോ, നാടറിയോ, മിനിമം ആൾക്ക് വല്ല ചെക്കന്മാരെ ഇഷ്ടമാണെന്ന് അറിയൂടാ പുല്ലേ. അതൊക്കെ നീ കണ്ടുപിടിച്ചാ പോരെ? നിങ്ങളൊക്കെ ഇല്ല എൻ്റെ കൂടെ. അയ്യാടാ, കുറേ കാലം കഴിഞ്ഞിട്ടാണ് കാണാൻ കൊള്ളുന്ന നിർത്തി കോളേജിൽ വന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി ആക്കാതെ നിനക്ക് ഞങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി തരടാ. അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. ബാക്കി ഒരു പ്രശ്നമല്ല എനിക്ക്. ഒരു വഴിയുണ്ട്. നീ നാളെ നേരിട്ട് പോയി പ്രപ്പോസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാലോ അവൾക്കുള്ള ചെക്കന്മാരെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നാളെ ഡയറക്റ്റായി പ്രപ്പോസ് ചെയ്യാം. വേറെ ആരും കയറി ഓവർടേക്ക് ചെയ്യണ്ടല്ലോ. കൊള്ളാം, അടിപൊളി. നാളെ രാവിലെ നീ എന്തും പറഞ്ഞ് പോയി പ്രപ്പോസ് ചെയ്യും? അവളുടെ പേരറിയോ? ഒരു കോപ്പും അറിയില്ലല്ലോ. ഹാദി, ഒരു കാര്യം ചെയ്യും, അവളുടെ ഡീറ്റെയിൽസ് എപ്പോഴും പരിപാടി നമുക്കങ്ങ് ചെയ്യാം. അത് കഴിഞ്ഞ് നീ സെറ്റാക്കിയാൽ മതി, പോരെ? നടക്കോ? അവന്താ വായിക്കുന്നത്? പേര് സ്വാതി വർമ്മ, സ്ഥലം കൊല്ലം, സിവില ഡിപ്പാർട്ട്മെന്റ്. മതിയടാ, മതി, ഇത്രയും മതി. ബാക്കി ഞാൻ ഏറ്റു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ പറ. സൂക്ഷിച്ച് പോട്ടെ. അവൻ്റെ പേര് വിഷ്ണു എന്നാ. ASG കോളേജിലെ 3rd ഇയർ സ്റ്റുഡൻറ്റാ. അവൻ ഭയങ്കര പുലിയാടാ. പെണ്ണുവിഷയത്തിലും ഭയങ്കര പുലിയാന്നാ കേട്ടെ. അത് നീ വിട്ടുകളാം. ഒന്ന് പോയാൽ വേറെ 10 വരും. അത്ര ഉള്ളന്നേ. എനിക്കൊന്നുമില്ല. ഇത് ഇന്നലെ തുടങ്ങി. നീ അതൊന്ന് വിട്. എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫീലിംഗ്, ഒരാളുടെ പ്രേമം തോന്നുന്നത്. അതെങ്ങനെയൊക്കെയായി തീർന്നു. നമുക്ക് ആ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിച്ചാലോ? മണ്ടത്തരം പറയാതടാ. ഞാൻ പറഞ്ഞില്ലേ, അവൻ വൻ പുലിയാ. അവിടുത്തെ പെണ്ണിൻ്റെ കൂടെ ഒരുത്തൻ പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇടിച്ച് പപ്പടമാക്കി കൈ തരും. സാരല്ലടാ, ഇതിപ്പോൾ ഇത്രയും പെട്ടെന്നായിരുന്നു നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ മറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പോട്ര. എല്ലാം അവിടെ തീർന്നു എന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക്
നീ മനുഷ്യന്മാരൊക്കെ എടുത്ത് ഉറക്കില്ല. വെറുതെ ടെൻഷൻ അടിച്ചിരുന്നു. പൊളിച്ചു ബ്രോ, ഇനി അവൾ നിന്റെയാണ്. പക്ഷേ ഇത് വേണോടാ, അവളുടെ ഏട്ടൻ ഒരുമാതിരി ഒരാളാ. ഒന്നും പോടാ, ഇനി അവൾ നിന്റെ തന്നെയാ. ഈ പറഞ്ഞ് കേൾക്കൊന്നും വേണ്ട. ഇത് ഇപ്പോഴാണ് ശരിയായത്. ഷീ വിൽ ബി മൈൻ, അതെനിക്ക് ഉറപ്പാണ്. ഇനി ഞാൻ സമയം കളയാനൊന്നും പോകുന്നില്ല, ഡയറക്റ്റായി പ്രപ്പോസ് ചെയ്യാൻ പോവാ. എന്നിട്ട് വളരെ പതുക്കെ റിപ്ലൈ തന്നെന്ന് പറയും. നീ ഒന്ന് പോടാ, ഇതൊക്കെ തന്നെ എല്ലാ കാമുകന്മാരും പറയുന്നത്. തലേ ദിവസം പോയി പ്രപ്പോസ് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് എന്തായി റിപ്ലൈ എന്താ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കും. ശവങ്ങൾ. അതും ശരിയാ. ഡാ, അത് ഇന്ന് തന്നെ പറയണോ? പറയടാ, ടെൻഷൻ കൊണ്ട് നടക്കാൻ വയ്യ. അതാടാ നല്ലത്, നീ ഇന്ന് തന്നെ കാച്ചിക്കോന്നേ. അഭിഷേക് വരും. ആരാ വരുന്നത്? എവിടെയായിരുന്നു? കാര്യം മാത്രം വേണ്ട. ഡാ, നമ്മുടെ സ്വാതിയില്ലേ, അവള് ക്യാൻറ്റീനിൽ ഇരിക്കുന്നുണ്ട്. പോവാ. ഇതിലും നല്ലൊരു ചാൻസ് കിട്ടില്ല കേട്ടോ. എടാ, ഇപ്പൊ തന്നെ എന്തോ നാടേ കാണിക്കുന്നത്. പോട്ടാ, ഇപ്പൊ തന്നെ വേഗം പോടാ പറ്റി. ഇങ്ങോട്ട് നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ഞാൻ എന്താ ചെയ്യാ? ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കും. താനിപ്പോൾ ഫസ്റ്റ് ഇയർ അല്ലേ? എന്നെ എൻ്റെ വീട്ടുകാർ ഒരു 24 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിടും. അപ്പോൾ തനിക്ക് 24 വയസ്സ്. അറ്റ്ലീസ്റ്റ് എന്നെ ഒരു സിനിമക്ക് കൊണ്ടുള്ള സാലറി തനിക്ക് അപ്പോൾ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അതാ ഞാൻ പറഞ്ഞേ, ബി പ്രാക്ടിക്കൽ. ഇപ്പം നന്നായി പഠിക്കുക, അതാ നല്ലത്. എന്നാലും അവൾക്ക് അഹങ്കാരാടാ. ആ ചെക്കനെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാമോ? പിന്നല്ലാതെ അവൾ എന്ത് പറയാനാ? അവൾ പറഞ്ഞാലും കാര്യമുണ്ട്. സംഭവം സത്യമൊക്കെ തന്നെ. എന്നാലും ആ ചെക്കൻ വെറും സോമനായില്ലേ. പിന്നെ എനിക്ക് അവളുടെ വർത്താനം കേട്ടിട്ട് അവൾക്കൊരു എല്ല് കൂടുതലാണെന്ന് തോന്നുന്നത്. എന്താ അഹങ്കാര കൊച്ചിന്? റിക്കാസെ, നിന്റെ സെലക്ഷൻ പാളിന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഉറപ്പായത് എൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്ന്. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ചെക്കനോട് അവൾ പറഞ്ഞ കാര്യങ്ങൾ അത് അവൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. അതിൽ കാണിച്ച ധൈര്യത്തിന് സമ്മതിക്കണ്ടേ? ഇങ്ങനെയുള്ള കോമൺ സെൻസിൽ പെണ്ണിനാണ് എനിക്കിഷ്ടം. അല്ല, നീ പ്രപ്പോസ് ചെയ്യാൻ മുമ്പ് ഇതേ ഡയലോഗ് അവൾ നിന്നോട് പറഞ്ഞാലോ? അങ്ങനെ പോയി പറയുകയാണെങ്കിൽ പോയി പറഞ്ഞാൽ പോരെ എനിക്കിഷ്ടമാണെന്ന്. അല്ല, പിന്നെ നീ എന്താ ചെയ്യാൻ പോവാ? അവളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കാൻ പോയി? അതൊന്നും നടക്കുന്ന കാര്യമല്ല, നീ അത് വിട്ടേക്ക്. ഇനി ഇപ്പോൾ അവൾ അവനോട് പറഞ്ഞ ആ കാര്യങ്ങൾ അത് ശരിക്കും അത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പം അവളെ നല്ല രീതിയിൽ നോക്കാനെങ്കിൽ കെൽപ്പ് എനിക്കുണ്ടായിരിക്കും. എന്നാൽ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകും. എൻ്റെ പൊന്നു ചക്ക, ഇതിലും നല്ല നീ ആ കേസ് വിട്ടെന്ന് പറയുന്ന. പിന്നെ നിന്നെപ്പോലെ നടക്കാൻ പറ്റും. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യം ഇല്ലാതിരുന്ന എനിക്ക് ആദ്യമായി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് തോന്നി. പഠിച്ചു, കഷ്ടപ്പെട്ടു പഠിച്ചു. ജോലി കിട്ടിയ അന്ന് തന്നെ അവളോട് അടുത്തു പോയി എൻ്റെ ഇഷ്ടം അറിയിച്ചു. ഇന്ന് അതിനുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഐ എം സോറി, എനിക്ക് താല്പര്യമില്ല. എന്തേ, ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞിട്ടുണ്ടോ ആരും സ്നേഹിക്കാൻ പാടില്ല എന്ന്? ഇതിലിപ്പോൾ കൂടുതൽ ആലോചിക്കാൻ എന്താ ഉള്ളത്? അങ്ങോട്ടിന്ന് പറ. ഞാൻ പലതവണ അത്ഭുതപ്പെട്ടിട്ടുണ്ട് തൻ്റെ ബുദ്ധിയും ഓരോ കാര്യങ്ങളും താൻ ഡീൽ ചെയ്യുന്ന രീതിയുമൊക്കെ കണ്ടിട്ട്. ഇന്നത്തെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്തതും തനിക്കുള്ളതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് കോമൺ സെൻസ്. പക്ഷേ ഇപ്പോൾ താനെന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നു. തനിക്ക് എന്താ പറ്റിയേ? ഒരു അസുഖം വരിക എന്ന് പറയുന്നത് ഇക്കാലത്ത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നിട്ടും താൻ പക്ഷേ ഞാൻ എന്ത് പക്ഷേ? ഒരു പക്ഷേയും ഇല്ല. ഇന്ന് മെഡിക്കൽ സയൻസ് വളരെയധികം ഡെവലപ്ഡാണ്. പിന്നെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഹോസ്പിറ്റലിൽ പോകുന്നതും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നിനക്കിപ്പോൾ ആവശ്യം സ്നേഹവും മനസ്സിന് ധൈര്യവും തന്ന് കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളാണ്. കേട്ടിടത്തോളം ഈ പറഞ്ഞ റികാസിന് അത് പറ്റുമെന്നും എനിക്ക് തോന്നുന്നു. നിനക്ക് അവനോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറ, ഞാൻ അവനോട് പോയി സംസാരിക്കാം. എന്നിട്ട് ഞാനിന്ന് പോകുമ്പോൾ വിഷമിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളുടെ കൂടി കൂട്ടണം. അന്ന്
അവൻ പണം മേടിക്കും. ഞാൻ റിക്കാസ്. റിക്കാസ്, ഞാൻ ഡോക്ടർ ഗോപിനാഥ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് തന്നെ വിട്ട് പോകാൻ പറ്റാതെ ഞാൻ കുറേ ആലോചിച്ചതാണ്. പക്ഷെ അതിനെല്ലാം ഉത്തരം തന്നത് ഡോക്ടറാണ്. ലവ്, അത് നമ്മളെ വല്ലാതെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അവസ്ഥയിൽ എനിക്കൊരു കൂട്ട്, അതിനായിരിക്കും ദൈവം എൻ്റെ മനസ്സിലെല്ലാം കൊണ്ടുവച്ചത്. റിക്കാസ്, ഇനി എത്ര നാൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് പോലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് തന്നെ കൂടി അതിലേക്ക് വിളിച്ചഴിക്കുന്നത്? ഇനി ഒരു നിമിഷമാണെങ്കിൽ കൂടി അത് എൻ്റെ കൂടെ ജീവിച്ചു തീർത്തൂടെ? താങ്ക് യു, ബട്ട് സോറി.